ഹലോ ഗായ്സ്, ഷൈമ റഫീഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മീൻകറിയാണ്. നല്ല നാടൻ മീൻകറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള മീനെന്ന് വെച്ചാൽ മത്തിയാണ്. ഞങ്ങളിവിടെ മത്തി എന്ന് പറയും. നിങ്ങളവിടെ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഈ നാടൻ മത്തിക്കറി നമുക്ക് തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ മുഴുവനായി ചിരകി എടുത്തിട്ടുള്ളതാണ്. ഇത്രയും തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തതായി എടുക്കുന്നത് ചുവന്നുണങ്ങിയ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും എടുത്തിട്ടുണ്ട്. അടുത്തതായി എടുക്കുന്നത് മല്ലി, പെരിഞ്ചീരകം, അതേപോലെ മഞ്ഞൾപ്പൊടി. ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. ഞാൻ ഈ ഗ്രൈൻഡറിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഇതൊരു നാടൻ രീതിയിലാണ് നമ്മളിന്ന് മത്തിക്കറി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാം തന്നെ ഗ്രൈൻഡറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ആദ്യം തേങ്ങ ചിരകിയത് മുഴുവനായി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ചുവന്ന ഉണങ്ങിയ മുളക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മല്ലിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം. അതിനിടയിൽ ചിലപ്പോൾ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായി അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും അരിഞ്ഞ് വന്നപ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി ഇതുപോലെ നേരിയതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായി അരച്ചെടുക്കാം. അങ്ങനെ നന്നായി അരച്ചെടുത്തത് നമുക്ക് ഗ്രൈൻഡറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഉപ്പിടാം. ഞാൻ ഇത്രയും ഉപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പെടുത്താൽ മതിയാവും. എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി സ്റ്റൗവിൽ വെക്കാം. ഞാൻ ഈ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റൗവിൽ വെച്ച ശേഷം നമുക്കിതിലേക്ക് അടുത്തതായി ഇടുന്നത് ഒരു തക്കാളി ഇതേപോലെ അരിഞ്ഞെടുത്തതും പിന്നെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞെടുത്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയുമാണ്. അതിനിടയിൽ ഒരു പച്ചമുളക് നേരിയതായി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളി മുഴുവനായി ഇട്ട ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു കറി നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിടാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും മത്തിയാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മത്തിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അവിടെ ഈ ഒരു മീൻ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ തിളച്ച് വരുന്ന ഈ ഒരു കറിയിലേക്ക് നമുക്ക് മത്തി കുറച്ചായി ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി ഞാൻ മീൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി ഇട്ടിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ പുളിക്ക് പകരം ഉപ്പിലിട്ടിട്ടുള്ള നല്ല പുളിയുള്ള മാങ്ങയുടെ 2 കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കറിയുടെ ഒരു നാടൻ രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് പകരം പുളി യൂസ് ചെയ്യാം കേട്ടോ. അടുത്തതായി നമുക്ക് മീനൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നല്ലോണം വെന്ത് വന്ന ശേഷം നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നാടൻ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, കിടിലൻ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം ഷൈമ റഫീഖ് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.